കുമാറിന്റെ ഈ വിവാദമായ ഈ ഒരു കുഴപ്പമില്ലാത്ത കിഡ്നിയിൽ സ്റ്റെന്റ് ഇട്ട് ആഴ്ചകൾക്കകം ബാലചന്ദ്രകുമാറിന്റെ ഒരു ബന്ധുവിനോട് തന്നെ ഡോക്ടർ ശിവരാമകൃഷ്ണൻ പറഞ്ഞു, എന്തിനാണ് ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ നിൽക്കുന്നത്? ദിലീപിനോടൊപ്പം സിനിമ ചെയ്യാനായിട്ടുള്ള അവസരം ബാലചന്ദ്രകുമാറിന് കിട്ടിയതല്ലേ? ദിലീപ് എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ തന്നെ ബാലചന്ദ്രകുമാർ ദിലീപിനൊപ്പം ആയിരുന്നില്ലേ നിൽക്കേണ്ടതെന്ന് ഈ ഡോക്ടർ ശിവരാമകൃഷ്ണൻ ബാലചന്ദ്രകുമാറിന്റെ തന്നെ ഒരു ബന്ധുവിനോട് ചോദിച്ചിരുന്നു. അടുത്തത്, നടി ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ പുതിയൊരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് ബാലചന്ദ്രകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പം നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ആ വീഡിയോ പുറത്തുവിട്ടത് അനന്തു സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി ഡയറക്ടറാണ്. ഈ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലചന്ദ്രകുമാറിന്റെ മരണത്തിൽ എന്തോ ദുരൂഹതയുണ്ട് എന്നും ഏതോ ഒരു ഡോക്ടറാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് എന്നും, അതായത് പുള്ളിക്കാരനെ മനഃപൂർവ്വം കൊന്നു എന്ന തരത്തിലൊക്കെയാണ് ഈ വ്യക്തി വന്ന് സംസാരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, ഇതിൻ്റെ വിധി ഓൾറെഡി പുറത്തു വന്ന് ദിലീപിനെ ഈ കേസിൽ വെറുതെ വിട്ടതുമാണ്. ഇത്രയും നാളായിട്ടും ഈ വ്യക്തി എവിടെ പോയിരുന്നു എന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ ഇപ്പോൾ എന്തിനാണ് ഇത് പൊക്കിക്കൊണ്ട് വരുന്നതിൻ്റെ ഉദ്ദേശമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കേട്ട് നോക്കണം. അതായത് ഈ പുള്ളി കുറേ നാളായിട്ട് ഈ ഒരു കേസുമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നടക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം ഈ വ്യക്തി പറയുന്ന ചില കാര്യങ്ങളിനകത്തോട്ട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുക്കി നിങ്ങളോട് പറയാം. കാലിലുണ്ടായ ഒരു നീരായിരുന്നു ആദ്യമായി ബാലചന്ദ്രകുമാറിൽ കണ്ട ഒരു രോഗലക്ഷണം. തുടർന്നുണ്ടായ പരിശോധനകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു കിഡ്നിയിൽ ഒരു സ്റ്റോൺ ഉണ്ട് എന്ന് കണ്ടെത്തി. ആ സ്റ്റോൺ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ SUT ഹോസ്പിറ്റലിൽ എത്തുന്നത്. അദ്ദേഹം എത്തുന്നത് സീനിയർ യൂറോളജിസ്റ്റ് ആയിരുന്ന ഡോക്ടർ ശിവരാമകൃഷ്ണന്റെ മുന്നിലാണ്. അപ്പോൾ ഒരു കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട്, മറ്റേ കിഡ്നിക്ക് ഒരു കുഴപ്പമില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ അവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്രിയാറ്റിന്റെ അളവ് 6.2. ആ അവസ്ഥയിൽ ഡോക്ടർ ബാലചന്ദ്രകുമാറിനോട് ആദ്യം പറഞ്ഞ കാര്യം, 4-5 ദിവസം മരുന്നുകൾ കഴിച്ച് ഇൻഫെക്ഷൻ ഒന്ന് നിയന്ത്രിച്ചതിന് ശേഷം നമുക്ക് സ്റ്റോൺ റിമൂവ് ചെയ്യാം. ഈ പറഞ്ഞ ഡോക്ടർ വളരെ പെട്ടെന്ന് അഭിപ്രായം മാറ്റി പിറ്റേ ദിവസം തന്നെ കിഡ്നി റിമൂവ് ചെയ്യാനായിട്ടുള്ള സർജറിയിലേക്ക് കിടക്കുന്നു. സർജറിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ അസഹനീയമായ വേദനയാണ് ബാലചന്ദ്രകുമാർ പരാതിപ്പെട്ടത്. അപ്പോൾ ഇത്രയും വേദന അനുഭവിക്കുമ്പോൾ സാധാരണ ഇത്തരം രോഗികൾ എന്ന് ബാലചന്ദ്രകുമാറിന്റെ ഭാര്യയും കുടുംബവും ഒക്കെ ഹോസ്പിറ്റലിലുള്ള മറ്റ് ഡോക്ടർമാരോടും നഴ്സുമാരോടും ഒക്കെ ചോദിച്ചപ്പോൾ അവർ തന്നെ ഒരു അസ്വാഭാവികത അപ്പം തന്നെ ബാലചന്ദ്രകുമാറിന്റെ കുടുംബത്തോട് പറഞ്ഞിരുന്നു. ഓരോ ദിവസവും കഴിയും തോറും ക്രിയാറ്റിൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടറാണ് വില്ലൻ. ഒരു കിഡ്നി റിമൂവ് ചെയ്ത് മാറ്റുന്നതിന് പകരം 2 കിഡ്നിയും കൂടെ ഫെയിലിയർ ആക്കി എന്നൊക്കെയുള്ള രീതിയിലോട്ടാണ് ഈ കാര്യങ്ങൾ വളച്ചൊടിച്ച് പോകുന്നത്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ജനങ്ങളാരും പൊട്ടന്മാരല്ല. ഇത് കണ്ട് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ കാണുമായിരിക്കും. എനിക്ക് അവരെ ഒന്നും പറയാനായിട്ട് തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൻ്റെ വിധി വന്ന സമയം തൊട്ട് ഭയങ്കര രീതിയിൽ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, അതിജീവിത എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടത്രയും നീതി നിലവിൽ കിട്ടിയിട്ടില്ല. കാര്യം 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് കൊടുത്ത ശിക്ഷ എന്താണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്തായാലും അതിനകത്തോട്ടൊക്കെ നമുക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം അന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്ന സമയത്ത് പോലും ഇതിനെപ്പറ്റി ഒരു മനുഷ്യരും വന്ന് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഭാര്യ പോലും എവിടെയും വന്ന് കമാന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഒരു സമയത്ത് ഇപ്പം ഇങ്ങനെ വരേണ്ട കാര്യം എന്താണ്? ദിലീപ് ഡോക്ടറിന് പൈസ കൊടുത്ത് ബാലചന്ദ്രകുമാറിനെ കൊല്ലിച്ചു എന്നുള്ളൊരു സാധനമാണോ ഇതിനകത്ത് കൊണ്ടുവരാൻ നോക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊട്ട അരുണിൻ്റെ കേസ് പറയുന്ന കണക്കാ. ഏത് വിധേനയും ഈ പറയുന്ന കോടതി വെറുതെ വിട്ടാലും വേണ്ടില്ല, ഏത് വിധേനയും ദിലീപിനെ ഒരു കുറ്റക്കാരനാക്കണമെന്ന് കച്ച കെട്ടി ഇറങ്ങുന്ന രീതിയിലോട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ബാക്കിയുള്ള എന്തെങ്കിലും നിങ്ങൾ ഈ പറയുന്ന പ്രോപ്പറായിട്ടുള്ള ഒരു എവിഡൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ജനങ്ങൾ വിശ്വസിക്കും. അത് മാത്രമല്ല, പുള്ളി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തു എന്നും സംസാരിക്കുന്നുണ്ട്. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. അളവ് കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, 5-ാം ദിവസത്തിൽ എത്തിയപ്പോഴത്തേക്കും അത് ക്രമാതീതമായി വർദ്ധിച്ച് 11.8 എന്ന് പറയുന്ന ഭയാനകമായ നിരക്കിലേക്ക് ക്രിയാറ്റിൻ വളരെ ഉയരുകയാണ് ഉണ്ടായത്. ആ അവസ്ഥയിൽ ബാലചന്ദ്രകുമാറിനെ അറിയിക്കുന്നത് അദ്ദേഹത്തിന് ഡയാലിസിസിലേക്ക് കിടക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ 2 കിഡ്നിയിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഉടനെ ഡയാലിസിസിലേക്ക് കിടക്കേണ്ടി വരും. 4-5 ഡയാലിസിസുകൾക്ക് ശേഷം അദ്ദേഹം ഭേദമാകും. ഡയാലിസിസിന് ശേഷം തിരിച്ച് വീട്ടിൽ ബാലചന്ദ്രകുമാർ പോയി 1 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് മൂത്രത്തിൽ രക്തം കണ്ടു തുടങ്ങുകയാണ്. അന്ന് തന്നെ അദ്ദേഹം ആദ്യമായിട്ട് മൂത്രത്തിൽ രക്തം കണ്ട അന്ന് തന്നെ അദ്ദേഹം ഇതേ ആശുപത്രിയിലെത്തി പരിശോധനകൾ നടത്തി. എന്തുകൊണ്ടാണ് രക്തം വരുന്നതെന്ന് കണ്ടെത്താൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല.
അങ്ങനെ കാത്തറ്റർ ഇട്ട് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോയി. തുടർന്നുള്ള ദിവസങ്ങളിൽ മൂത്രത്തിൽ കാണപ്പെട്ട രക്തത്തിന്റെ അളവ് ഭയങ്കരമായി കൂടി. ഒരവസ്ഥയിൽ കട്ട രക്തത്തിന്റെ നിറമായി മാറി അദ്ദേഹത്തിന്റെ മൂത്രം. വീണ്ടും ഇതേ ആശുപത്രിയിലെത്തി വീണ്ടും ഒരുപാട് പരിശോധനകൾ നടത്തി. അപ്പോഴും എന്തുകൊണ്ടാണ് ഈ മൂത്രത്തിൽ രക്തം വരുന്നതെന്ന് കണ്ടെത്താൻ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. തന്റെ ചികിത്സാ റിപ്പോർട്ടുകളും വിവരങ്ങളും പുറത്തുള്ള മറ്റു പല ഡോക്ടർമാരുമായി പങ്കുവച്ച ബാലചന്ദ്രകുമാറിന് കിട്ടിയ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ സ്റ്റോണുള്ള കിഡ്നിയിൽ സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ അദ്ദേഹം ബ്ലഡ് തിന്നിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഹെപ്പാരിൻ എന്ന് പറയുന്ന മരുന്നും ഇതും ഈ സ്റ്റെന്റും കൂടിയുള്ള കോമ്പിനേഷനിൽ ഒരു പക്ഷേ ഇങ്ങനെ ബ്ലീഡിങ് സംഭവിക്കാം എന്നൊരു ഉപദേശം, ഒരു നിരീക്ഷണം വെളിയിലുള്ള ചില ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ബാലചന്ദ്രകുമാർ ഇത് SUTയിലുള്ള ഡോക്ടർ ശിവരാമകൃഷ്ണനുമായിട്ട് ഇത് പങ്കുവെച്ചപ്പോൾ അദ്ദേഹം ആ സാധ്യത തള്ളിക്കളയാണ് ചെയ്തത്. സ്റ്റെന്റ് റിമൂവ് ചെയ്യുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് ചോദിച്ചപ്പോഴും അതിന്റെ ആവശ്യമില്ലെന്നാണ് ഡോക്ടർ ശിവരാമകൃഷ്ണൻ പറഞ്ഞത്. ഒടുവിൽ ബാലചന്ദ്രകുമാർ കുറച്ചധികം നിർബന്ധിച്ച് തന്നെ ആ സ്റ്റെന്റ് റിമൂവ് ചെയ്യാനായിട്ടുള്ള പ്രക്രിയകളിലേക്ക് കടക്കുമ്പോഴാണ് ബാലചന്ദ്രകുമാർ അറിയുന്നത് അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന രണ്ടാമത്തെ കിഡ്നിയിൽ കൂടി, ഫുള്ളി ഫങ്ഷണൽ ആയിരുന്ന രണ്ടാമത്തെ കിഡ്നിയിൽ കൂടി നേരത്തെ ഈ ഡോക്ടർ ആ കിഡ്നിയിലും ഒരു സ്റ്റെന്റ് കൂടി ഇട്ടിരുന്നു. അതായത് ആ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ 2 കിഡ്നികളിൽ സ്റ്റെന്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ അറിവില്ലാതെ മറ്റൊരു കിഡ്നിയിലും കൂടെ സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ വഴികേടല്ലേ? എന്തുകൊണ്ടാണ് ആ ഹോസ്പിറ്റലിനെതിരെ നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കാത്തത്? ഇത്രയും നാൾ ഇനി ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു, അങ്ങനെയുള്ളൊരു നരേഷൻ ഇതിനകത്ത് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇത്രയും വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലായിരുന്നോ? അന്നേ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം, അന്നേ നിങ്ങൾക്ക് എന്തെല്ലാം രീതിയിൽ ഈ ഒരു വിഷയത്തിൽ ആക്ഷൻ എടുക്കാൻ പറ്റും. ഇനിയിപ്പം പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ട് നോക്കിക്കോണം. ഈ ബാലചന്ദ്രകുമാറിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ ദിലീപുമായിട്ട് പരിചയമുണ്ട് എന്നും ദിലീപിൻ്റെ കേസിൽ എന്തിനാണ് ബാലചന്ദ്രകുമാർ ഇങ്ങനെ പുറകെ നടക്കുന്നതെന്നും എന്നൊക്കെ പലയിടത്തും പറഞ്ഞു എന്നുള്ള രീതിയിലോട്ടാണ് ഈ ഒരു സാധനം വളച്ചൊടിച്ചുകൊണ്ട് പോകുന്നത്. എനിക്കിതങ്ങോട്ട് കേട്ടിട്ട് വിശ്വസിക്കാനായിട്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര സെൻസേഷണൽ ആയിട്ടുള്ള ഒരു വാർത്ത കേരളം മുഴുവനും ചർച്ച ചെയ്തൊരു വിഷയം, ഇതിൽ ഈ ഒരു സമയത്ത് വന്നിട്ട് ഇതിന് ഇങ്ങനെ വന്ന് പറയുന്നതിനകത്തോട്ട് എന്തെങ്കിലും അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അന്നേ ചെയ്യണമായിരുന്നു. ഇപ്പം നിങ്ങൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരും സംശയിക്കും. ആ രണ്ടാമത്തെ കിഡ്നിയിൽ ഫുള്ളി ഫങ്ഷണൽ ആയ ആ കിഡ്നിയിൽ സ്റ്റെന്റ് ഇടുന്ന കാര്യം ബാലചന്ദ്രകുമാർ അറിഞ്ഞിരുന്നില്ല. ഈ സ്റ്റെന്റ് റിമൂവൽ തന്നെ വളരെയധികം വേദനാജനകമായ ഒരു എക്സ്പീരിയൻസ് ആണ് ബാലചന്ദ്രകുമാർ സമ്മാനിച്ചത്. ഏതായാലും സ്റ്റെന്റുകൾ റിമൂവ് ചെയ്തതിനു ശേഷം ഇമ്മീഡിയറ്റ്ലി തന്നെ അദ്ദേഹത്തിന്റെ മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ നിന്നു. തിരിച്ച് വീട്ടിലേക്ക് പോയ ബാലചന്ദ്രകുമാർ അദ്ദേഹത്തിന് പരിചയമുള്ള മറ്റു ഡോക്ടർമാർ വഴിയും അല്ലാതെയും ഒക്കെ ഈ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പല സംശയങ്ങളും അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. കാരണം സാധാരണഗതിക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു കുഴപ്പവുമില്ലാത്ത കിഡ്നിയിൽ സ്റ്റെന്റ് ഇട്ടു എന്ന് പറയുന്നത് വളരെ ദുരൂഹമാണ്. എന്തുകൊണ്ട് ഡോക്ടർ ശിവരാമകൃഷ്ണൻ അങ്ങനെ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പല ഡോക്ടർമാരും ബാലചന്ദ്രകുമാറിനെ അറിയിച്ചു. സാധാരണഗതിക്ക് രണ്ടാമത്തെ കിഡ്നിക്ക് ഒരു തകരാറും ഇല്ലെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡോക്ടറിനെതിരെയായിരുന്നു നിങ്ങൾ പരാതി കൊടുക്കേണ്ടത്. അല്ലാതെ അത് കേട്ടിട്ട് മിണ്ടാതിരിക്കുകയല്ലായിരുന്നു ചെയ്യേണ്ടത്. കാര്യം ദിലീപിന് അഗെയിൻസ്റ്റ് ഏറ്റവും ഭയങ്കര തെളിവ് കൊണ്ട് കൊടുത്തൊരു വ്യക്തിയാണ്. പക്ഷേ കോടതി പോലും ആ ഒരു തെളിവ് സ്വീകരിച്ചിട്ടില്ല. ഈ ഒരു വെർഡിക്റ്റിൻ്റെ ആ ഒരു ഓർഡർ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു വിധിയുടെ പകർപ്പ് ഓൾറെഡി ഇപ്പം നിലവിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. അതിനകത്ത് ബാലചന്ദ്രകുമാർ കൊടുത്തിരിക്കുന്ന മൊഴിയെ പറ്റി വ്യക്തമായിട്ട് അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അന്നൊക്കെ ഇതൊരു ചർച്ചാ വിഷയമായ സമയത്ത് പോലും ഇതിനെപ്പറ്റിയൊന്നും നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. ഈ പറയുന്ന ഈ ബാലചന്ദ്രകുമാറിൻ്റെ വൈഫ് പോലും വന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ ഫുൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ പുള്ളി പറയുന്നുണ്ട് ഈ വൈഫിന് പോലും പേടിയായിരുന്നു എന്ന്. ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നീ പേടിക്കേണ്ട ആവശ്യം? അല്ലെങ്കിൽ പോട്ട് ഇപ്പം ഈ ഒരു വിഷയം പുറത്തു വരുമ്പോൾ പേടിയില്ലേ? ആ കിഡ്നിയിൽ ഇത്തരം പ്രക്രിയകൾക്കിടയിൽ തൊടുകയെ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നും പല ഡോക്ടർമാർ ബാലചന്ദ്രകുമാറിനോട് പറഞ്ഞു. തനിക്കുണ്ടായ ഈ സംശയങ്ങൾ ബാലചന്ദ്രകുമാർ SUT ഹോസ്പിറ്റലിലുള്ള മറ്റ് പല നഴ്സുമാരോടും ഡോക്ടർമാരോടും പങ്കിട്ടു. ഒരിക്കൽ ഈ ഡോക്ടർ ശിവരാമകൃഷ്ണനെ നേരിട്ട് കാണുന്ന ശിവരാമകൃഷ്ണന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മെയിൽ നഴ്സിനെ ബാലചന്ദ്രകുമാർ നേരിട്ട് അറിയിക്കുകയും താൻ എത്തും,
പിറ്റേ ദിവസം ഒരു സമയത്ത് താൻ എത്തും, ഡോക്ടർ ശിവരാമകൃഷ്ണനെ നേരിട്ട് കാണാനെന്ന് ശിവരാമകൃഷ്ണന്റെ അസിസ്റ്റന്റിനെ അറിയിച്ച് അങ്ങോട്ട് ചെല്ലുന്ന ബാലചന്ദ്രകുമാർ അറിയുന്നത് താൻ എത്തുന്നതിന് കുറച്ചു മുമ്പ് വരെ ഡോക്ടർ ശിവരാമകൃഷ്ണൻ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ഹാഫ് ഡേ ലീവ് എടുത്ത് പോയി. പിന്നീട് പലവട്ടം ബാലചന്ദ്രകുമാർ ഡോക്ടർ ശിവരാമകൃഷ്ണനെ നേരിട്ട് കാണാൻ ശ്രമിച്ചു, പക്ഷെ അതിന് അദ്ദേഹത്തിന് അനുവാദം കിട്ടിയില്ല. പല രീതിയിലും ഡോക്ടർ ശിവരാമകൃഷ്ണൻ തെന്നി നീങ്ങി. ഈ കാര്യങ്ങൾ നടക്കുന്നത് മൂന്നാഴ്ചക്കകം ബാലചന്ദ്രകുമാർ അറിയുന്നത് ഡോക്ടർ ശിവരാമകൃഷ്ണൻ ഒരു ലോങ് ലീവ് എടുത്ത് അമേരിക്കയിലേക്ക് പോയി എന്നുള്ളതാണ്. പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഡോക്ടർ ശിവരാമകൃഷ്ണൻ മടങ്ങിയെത്തിയതിനു ശേഷം ഒരിക്കൽ ബാലചന്ദ്രകുമാറും ഡോക്ടർ ശിവരാമകൃഷ്ണനും നേർക്കുനേർ കണ്ടിരുന്നു. ആ കാണുന്നത് ഡോക്ടർ ശിവരാമകൃഷ്ണൻ പടിയിറങ്ങി വരികയും ബാലചന്ദ്രകുമാർ പടിക്കെട്ടിന്റെ ഏറ്റവും താഴെയുമാണ് നിൽക്കുന്നത്. ബാലചന്ദ്രകുമാറിനെ കണ്ട ഡോക്ടർ ശിവരാമകൃഷ്ണൻ കഴുത്ത് വെട്ടിച്ച് ഇറങ്ങി വന്ന പടികൾ മുഴുവൻ തിരിച്ചു കയറി മുകളിലോട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്. പലവട്ടം ഈ ഉണ്ടായ കാര്യങ്ങൾ വിവരിച്ച് ബാലചന്ദ്രകുമാർ തന്നെ നേരിട്ട് ഡോക്ടർ ശിവരാമകൃഷ്ണനെതിരെ ഇങ്ങനെയൊക്കെ ആ ഒരു ഡോക്ടർ പെരുമാറുന്ന സമയത്ത് എന്തുകൊണ്ട് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുത്തില്ല? ബാലേന്ദ്രകുമാറിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുക, വിഷയം ഉണ്ടാക്കുക, ഇതെല്ലാം ചെയ്തേനെ. പക്ഷെ എന്തുകൊണ്ടൊന്നും ചെയ്തില്ല. പോട്ടെ, ഈ പുള്ളിക്കാരൻ്റെ വൈഫ് പോലും എവിടെയും വന്ന് ഒരു അക്ഷരവും പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ എവിടുന്ന് പൊങ്ങി വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പം ആ ഒരു രീതിയിലോട്ട് ഈ സാധനം ട്വിസ്റ്റ് ചെയ്യുവാണ്. അതായത് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് മേ ബി ഇങ്ങനെയുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പക്ഷേ അത് ദിലീപിൻ്റെ പെടലിക്കോട്ട് കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് അതെങ്ങനെ ഇതാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അത് ഏത് വിധേനയും ദിലീപിനെ ഒരു കുറ്റക്കാരനാക്കണമെന്ന് കച്ച കെട്ടി ഇറങ്ങുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ദിലീപാണ് ഇനിയിപ്പം ദിലീപ് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ദിലീപും ഡോക്ടറും കൂടെ അടുത്തിരുന്നാണ് ചെയ്തതെന്നും കൂടെ ഒരു സാധനം കൊണ്ടുവരായിരുന്നു അത്രയും നല്ലത്. എന്തുവാണ് ഇതൊക്കെ? പരാതി കൊടുക്കാൻ പുറപ്പെട്ടതാണ്. അന്ന് ഈ പുറത്തുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാർ തന്നെ അദ്ദേഹത്തെ വിലക്കുകയായിരുന്നു. കാരണം അങ്ങനെ ഒരു പരാതിയുമായി ബാലചന്ദ്രകുമാർ അപ്പം മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന് പിന്നീട് ചെയ്യേണ്ടി വരുന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് തയ്യാറാകാൻ ഒരു പക്ഷെ മറ്റ് ഹോസ്പിറ്റലുകൾ തയ്യാറായി എന്ന് വരില്ല. അപ്പോൾ അവസ്ഥയുടെ ഒരു ഭീകരത ആലോചിച്ച് നോക്കണം. തനിക്കെതിരെ ഇത്രയും അതെന്താണ്? ഒരു ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് ഇത്രയും വീഴ്ചക്കേട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജോലി വരെ പോകും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് ഹോസ്പിറ്റലുകൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് പോലും സമ്മതിക്കത്തില്ല എന്നൊക്കെയുള്ളൊരു രീതിയിലോട്ടൊക്കെ ഇത് എനിക്ക് ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ പറയുന്ന ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതെന്തൂടെ ആൾക്കാർ പൊട്ടന്മാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചിന്താഗതിയുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, 100% ശിക്ഷിക്കപ്പെടണം, അത് യാതൊരു സംശയവുമില്ല. പക്ഷേ കോടതിക്ക് പോലും ഒരു തെളിവും ദിലീപിന് എഗെയിൻസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് വരുന്നതിനകത്തോട്ട് എനിക്ക് പേഴ്സണലി വലിയ യോജിപ്പൊന്നുമില്ല. ഇത് അനാവശ്യമായിട്ട് വീണ്ടും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുകയാണ്. അനീതി നടന്നു എന്ന് ബാലചന്ദ്രകുമാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതിനെതിരെ പരാതിപ്പെടാൻ പോയപ്പോൾ ഈ നാട്ടിലുണ്ടായിരുന്ന കുമാറിന്റെ ഈ വിവാദമായ ഈ ഒരു കുഴപ്പമില്ലാത്ത കിഡ്നിയിൽ സ്റ്റെന്റ് ഇട്ട് ആഴ്ചകൾക്കകം ബാലചന്ദ്രകുമാറിന്റെ ഒരു ബന്ധുവിനോട് തന്നെ ഡോക്ടർ ശിവരാമകൃഷ്ണൻ പറഞ്ഞു, എന്തിനാണ് ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ നിൽക്കുന്നത്? ദിലീപിനോടൊപ്പം സിനിമ ചെയ്യാനായിട്ടുള്ള അവസരം ബാലചന്ദ്രകുമാറിന് കിട്ടിയതല്ലേ? ദിലീപ് എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ തന്നെ ബാലചന്ദ്രകുമാർ ദിലീപിനൊപ്പം ആയിരുന്നില്ലേ നിൽക്കേണ്ടതെന്ന് ഈ ഡോക്ടർ ശിവരാമകൃഷ്ണൻ ബാലചന്ദ്രകുമാറിന്റെ തന്നെ ഒരു ബന്ധുവിനോട് ചോദിച്ചിരുന്നു. അടുത്തത് എനിക്കറിയാൻ സാധിക്കുന്നത് ഈ ഡോക്ടർ ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്നത് നടൻ ജയറാമിന്റെ ഒരു അടുത്ത ബന്ധുവാണ് എന്നാണ്. കുറ്റകരമെന്നും മനഃപൂർവ്വമെന്നും തന്നെ നമുക്ക് സംശയിക്കാവുന്ന മറ്റൊരു വലിയ ഇടപെടൽ നടന്നിട്ടുള്ളത് അതേ ആശുപത്രിയിലെ തന്നെ കാർഡിയോളജിസ്റ്റിൽ നിന്നാണ്. ആ ഡോക്ടറുടെ പേര് ഡോക്ടർ രാജലക്ഷ്മി എന്നാണ്. അപ്പോൾ അതിന്റെ സീക്വൻസ് ഒന്ന് ആലോചിക്കാം. ഒരു കിഡ്നിയിൽ ഒരു സ്റ്റോൺ എന്ന വളരെ സാമാന്യം വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാവുന്ന ഒരു ആരോഗ്യാവസ്ഥയുമായി ബാലചന്ദ്രകുമാർ ഹോസ്പിറ്റലിൽ എത്തുന്നു. നിഗൂഢമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ 2 കിഡ്നിയും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയിലേക്ക് ചുരുക്കി പറഞ്ഞ ദിലീപ് ചെയ്യിപ്പിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ ഒരു മനുഷ്യർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. അഥവാ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കേസ് കൊടുക്കത്തില്ലേ? ദിലീപിന് എഗെയിൻസ്റ്റ് ആയിട്ട് മൊഴി കൊടുത്ത വ്യക്തിയാണ്. അന്ന് ആ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ ആ ഡോക്ടറിനെതിരെ പരാതി കൊടുക്കാതെ ഇരിക്കൂടെ? എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നതെന്ന്. വെറുതെ അനാവശ്യമായിട്ട്, അതായത് ഇപ്പം നിലവിൽ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ അപ്പീലുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്.
അതായത് ദിലീപ് ഈ ഒരു കേസിൻ്റെ പിന്നിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്, ഈ പറയുന്ന സാക്ഷികളെ എല്ലാവരെയും ദിലീപ് കൊന്നിട്ടുണ്ട് എന്നുള്ള ഒരു സാധനമാണ് ഇവിടെ വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ബേസിക്കലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.